കെഎസ്ആർടിസിയെ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള ഇടതു നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ കെഎസ്ആർടിസി വടക്കഞ്ചേരി ഡിപ്പോയ്ക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തി. റൂട്ടുകൾ മുഴുവൻ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വിറ്റ് തുലയ്ക്കാൻ ഹൈക്കോടതിയിൽ ഒത്തുകളിച്ചൊരു സർക്കാരേ. ഡിപ്പോയ്ക്ക് മുന്നിൽ നടത്തിയ 12 മണിക്കൂർ ഉപവാസ സമരം കെഎസ്ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ബൈജു ഉദ്ഘാടനം ചെയ്തു. അജയൻ കണ്ണംകുളം അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ മണപ്പാടം, ഹരിദാസ് മംഗലം എന്നിവർ സംസാരിച്ചു. 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്താനുള്ള അവകാശം കെഎസ്ആർടിസിയിൽ നിന്നും കവർന്നെടുക്കാനുള്ള നീക്കം ഇടതു സർക്കാരും സ്വകാര്യ കുത്തകകളും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കെഎസ്ആർടിസിയെ തകർക്കാനുള്ള ഈ നീക്കം എന്തു വില കൊടുത്തും തടയുമെന്നും കെഎസ്ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ബൈജു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കെഎസ്ആർടിസിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന കെഎസ്ആർടിസിയുടെ ദീർഘദൂര സർവീസുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ വിധി അനുസരിച്ച് ഈ 140 കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ കെഎസ്ആർടിസിയുടെ കുത്തകയായിരുന്ന സർവീസുകൾ ഇനി സ്വകാര്യ ബസ്സുകൾക്കും ഓടാമെന്നുള്ള രീതിയിൽ ഒരു വിധി വരികയുണ്ടായി. ഈ വിധി തീർത്തും സർക്കാരും അതുപോലെ തന്നെ സ്വകാര്യ ലോബിയും ചേർന്നുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ സംഭവിച്ചതാണ്. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ആ കാര്യങ്ങൾ കോടതിയിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് കെഎസ്ആർടിസിക്ക് വേണ്ടി ഹാജരായ വക്കീൽ കാണിച്ച ആ ഒരു ഗുരുതര പിഴവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിധി കെഎസ്ആർടിസിയിൽ ഉണ്ടായത്. ഇത് കെഎസ്ആർടിസിയെ സമൂലം തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ കെഎസ്ആർടിസിയിൽ ജീവനക്കാരും ബസ്സുകളും കുറഞ്ഞ് ഈ ദീർഘദൂര സർവീസുകളുടെ ഒരു ബലത്തിലാണ് കെഎസ്ആർടിസിയുടെ വരുമാനം നിലനിൽക്കുന്നത്. അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സ്വകാര്യ ലോബിക്ക് കെഎസ്ആർടിസിയെ തീരെഴുതാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ലാഭകരമായ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന സർക്കാർ നയം കെഎസ്ആർടിസിയെ മറ്റൊരു മുനമ്പമാക്കി മാറ്റുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് എംപ്ലോയീസ് സംഘ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.